അങ്ങനെ നമ്മൾ വീണ്ടും ലക്ഷദ്വീപിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കുറച്ചാൾ മുമ്പല്ലേ നീ വന്നിട്ട് പോയെന്നുള്ളത്. പക്ഷേ നമ്മൾ അന്ന് വന്നത് ഷിപ്പിൽ സമുദ്രം പാക്കേജ് എന്ന് പറഞ്ഞ പാക്കേജ് എടുത്തിട്ടാണ് വന്നത്. ഇത്തവണത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു പെർമിറ്റ് എടുത്തിട്ട്, നിങ്ങൾക്ക് അറിയാമല്ലോ പെർമിറ്റ് നമ്മൾ ഇവിടെയുള്ള ഒരാൾ സ്പോൺസർ ചെയ്തുകൊണ്ടുള്ള പെർമിറ്റ് കിട്ടും. അങ്ങനെ എടുത്തിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാ ദ്വീപിലോട്ടും പോകാനുള്ള ഒരു പെർമിഷനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു യാത്രയാണ് നമ്മളിപ്പോൾ വന്നത്. മാത്രമല്ല ഇത്തവണത്തെ യാത്ര ഷിപ്പിലല്ല, നമ്മൾ ഫ്ലൈറ്റ് പിടിച്ചാണ് പോകുന്നത്. അപ്പോൾ ഫ്ലൈറ്റിൽ നിന്നുള്ള വ്യൂവും കാര്യങ്ങളും ആ ഒരു എക്സ്പീരിയൻസും വേറെ ആയിരിക്കും. പിന്നെ കഴിഞ്ഞ തവണ നമ്മൾ പോയത് ആ ഒരു പാക്കേജ് എടുത്ത് പോയപ്പോൾ കവരത്തി, കൽപ്പേനി, കടമത്ത് ദ്വീപുകളിലാണ്. അപ്പോൾ ഇത്തവണ നമ്മൾ ബാക്കിയുള്ള ദ്വീപുകൾ ബംഗാരം, തിന്നക്കര, പിന്നെ അങ്ങനെയുള്ള കുറേ അഗതിയിലാണ് ആ എയർപോർട്ട് ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ദ്വീപുകളിലൊക്കെയാണ് നമ്മൾ ഇത്തവണ യാത്ര പോണത്. അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ പോയത് ഗോൾസ് ട്രാവൽസ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല. ഗോൾസ് ട്രാവൽസ് ഗവൺമെൻറ് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ട്രാവൽ ഏജൻസിയാണ്. അപ്പോൾ അവർ വഴിയാണ് നമ്മൾ സമുദ്രം പാക്കേജ് ബുക്ക് ചെയ്തിട്ട് പോയത്. അതുപോലെ തന്നെ വേറെയും ഇഷ്ടംപോലെ പാക്കേജസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ കോഡിലിയ എന്ന് പറഞ്ഞിട്ടുള്ള വലിയ ഷിപ്പൊക്കെ ഇല്ലേ, ആ ഷിപ്പിൻ്റെ പാക്കേജ് ഉണ്ട്. അത് നമ്മുടെ ഈ ലക്ഷദ്വീപായിട്ട് കണക്ഷൻ ഉണ്ട്. മുംബൈയിൽ നിന്ന് പുറപ്പെട്ടിട്ട് കൊച്ചി വരും, പിന്നെ കടമത്ത് ദ്വീപ്, പിന്നെ അതുപോലെ തന്നെ ഗോവ, അങ്ങനെയുള്ള അങ്ങോട്ടൊക്കെയുള്ള കണക്ഷൻസൊക്കെ ഉള്ള പാക്കേജുകളുണ്ട്. അപ്പോൾ അത്തരം പാക്കേജുകൾ നിങ്ങൾക്ക് ലക്ഷദ്വീപിലേക്ക് വരാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ ഗോൾസ് ട്രാവൽസിനെ കോൺടാക്ട് ചെയ്യുക. അവർ ഇതേപോലെയുള്ള ഒരുപാട് പാക്കേജസും കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത് തരും. പിന്നെ ഫാമിലിക്കൊക്കെ വരാനായിട്ട് എനിക്ക് തോന്നുന്നു 20,000-25,000 രൂപയുടെ പാക്കേജസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അവരായിട്ട് കോൺടാക്ട് ചെയ്യാൻ ആ ഡീറ്റെയിൽസ് താഴ്ത്തു കൊടുക്കാം. അതുപോലെ തന്നെ സ്പോർട്സ് പാക്കേജ്, അതായത് സമുദ്രം പാക്കേജ് ഉള്ള പാക്കേജുകൾ, അങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യത്തിനും നിങ്ങൾക്ക് അവരെ വിളിക്കാം. അപ്പോൾ ആ ഡീറ്റെയിൽസ് ഞാൻ താഴ്ത്തു കൊടുത്തിട്ടുണ്ട്. ഗോൾസ് ട്രാവൽസ് എന്നാണ് അവരുടെ പേര്. ഗവൺമെൻറ് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ട്രാവൽ ഏജൻസിയാണ്. നമ്മുടെ എറണാകുളം തോപ്പുംപടിയിലാണ് അവരുടെ ഓഫീസ് വരുന്നത് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കഴിഞ്ഞ തവണ വന്ന ആ ഒരു ദ്വീപുകളിൽ കടമത്ത്, കൽപ്പേനി, കവരത്തി, ആ ദ്വീപുകളിൽ നമ്മൾ ഇത്തവണ പോകണില്ല. ചിലപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ കവരത്തിലൊന്ന് പോകാൻ സാധ്യതയുണ്ട്. അതല്ലാണ്ട് മറ്റു ദ്വീപുകളിൽ എക്സ്പ്ലോർ ചെയ്യാനാണ് നമ്മൾ ഇത്തവണ വന്നേക്കണം. അപ്പോൾ അങ്ങനെയുള്ള പുതിയ കാഴ്ചകൾ, പിന്നെ കടലിൽ മീൻ പിടിക്കാൻ പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ആൾത്താമസമില്ലാത്ത പോലെ ദ്വീപുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പോകാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കംപ്ലീറ്റ് എക്സ്പ്ലോർ ചെയ്യാനാണ് നമ്മുടെ ഇത്തവണത്തെ യാത്രയുടെ ഉദ്ദേശം. അപ്പോൾ പുതിയ എപ്പിസോഡിലേക്കും പുതിയ ട്രാവൽ സീരീസിലേക്കും എല്ലാവർക്കും സ്വാഗതം. വേറൊരു പ്രത്യേകത ഉള്ളത്, നമ്മൾ GoPro 10 വാങ്ങിയിട്ട് ആദ്യമായിട്ട് ഷൂട്ട് ചെയ്യുന്ന വീഡിയോയും കൂടിയാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. GoPro 10 അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് താഴത്ത് കമൻറ്റ് ചെയ്യുക. കഴിഞ്ഞ തവണ നമ്മൾ വന്ന സമയത്ത് വില്ലിംഗ്ടൺ ഐലൻഡിൽ നിന്ന് ഷിപ്പ് പിടിച്ചാണല്ലോ വന്നത്. അപ്പോൾ അവിടെ നിന്നാണ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. ഇത്തവണ നമ്മൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നാണ് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം നമ്മൾ ഫ്ലൈറ്റിലാണല്ലോ വരുന്നത്. അപ്പോൾ നേരെ അഗതിയിൽ പോയി ഇറങ്ങും. ഒരു 1.5 മണിക്കൂറാണ് ട്രാവൽ ടൈം ഉള്ളത്. എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റാണ്. അപ്പോൾ പുതിയ സീരീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഡൊമസ്റ്റിക് ടെർമിനലിൽ വന്നിരിക്കുകയാണ് കേട്ടോ. 9:45 നമ്മുടെ ഫ്ലൈറ്റ് ഉള്ളത്. പക്ഷേ ഞാൻ രാവിലെ തന്നെ ഇങ്ങോട്ട് പോകുന്നു. ഏകദേശം ഒരു 7 മണിയാകുമ്പോഴേക്ക് എത്തി. കാരണം എനിക്ക് വെബ് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് നേരത്തെ വന്നാലല്ലോ, എനിക്ക് തോന്നുന്നു 1.5 മണിക്കൂർ 2 മണിക്കൂർ മുമ്പെങ്കിലും വന്നാൽ അത് ശരിയാവുള്ളൂ. അങ്ങനെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ. വല്ലപ്പോഴുമാണ് നമ്മൾ ഫ്ലൈറ്റിലൊക്കെ പോകണം. ആകെ 4 തവണയൊക്കെ ഞാൻ പോയിട്ടുള്ളൂ. നമ്മുടെ ലഡാക്ക്, രാജസ്ഥാൻ, പിന്നെ എവറസ്റ്റ് ബേസ് ക്യാമ്പ് പോയപ്പോൾ അങ്ങനെയൊക്കെ പോയിട്ടുള്ളൂ. ഇൻ്റർനാഷണലൊന്നും ഇതുവരെ ട്രാവൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ഒക്കെ ഭയങ്കര കുറവാണ്. പിന്നെ ഞാനിവിടെ ലോഞ്ചിൽ കയറി കേട്ടോ. ലോഞ്ചിൽ ഞാൻ ആദ്യമായിട്ടാണ് കയറണം. നമ്മുടെ കൊച്ചി മെട്രോൻ്റെ കൊച്ചി 1 എന്ന് പറഞ്ഞ കാർഡുണ്ട്. ഈ കാർഡ് വെച്ചിട്ട് ലോഞ്ച് ആക്സസ് കിട്ടും. അപ്പോൾ രാവിലെ തന്നെ വന്നിട്ട് അവിടെ നിന്ന് ഇഡ്ഡലിയും സാമ്പാറും കഴിച്ചു. 2 രൂപക്ക് കഴിക്കണ സംഭവം ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ലോഞ്ചിൽ കയറി. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആട്ടോ. ഞാൻ കുറേ
വീഡിയോസും സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് ഈ സംഭവം നമുക്ക് ആക്സസ് ഇല്ലായിരുന്നു, കാർഡൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഈ കൊച്ചി മെട്രോൻ്റെ കാർഡ് എടുത്തപ്പോൾ നമുക്ക് ആക്സസ് കിട്ടും. ക്വാർട്ടറിൽ 2 ലോഞ്ച് ആക്സസ്സാണ് നമുക്ക് കിട്ടണം കേട്ടോ. അപ്പോൾ ആ കാർഡ് കാണിച്ച് കയറി. പിന്നെ അത് വീഡിയോ ഒന്നും കാണിച്ചില്ല, കാരണം ഇത് എല്ലാവർക്കും അറിയാവുന്നൊരു സംഭവം തന്നെ, പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല. 2 രൂപയ്ക്ക് നമുക്ക് ആ കാർഡ് ആക്സസ് ചെയ്ത് അകത്ത് കയറി കഴിഞ്ഞാൽ ഭക്ഷണം കിട്ടും, പിന്നെ അവിടെ റെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ 9:45 ഫ്ലൈറ്റിന് എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റാണ്, അതേ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നേരെ നമ്മൾ അഗതി ഐലൻഡിൽ, ലക്ഷദ്വീപിലെ അഗതി എന്ന് പറഞ്ഞിട്ടുള്ള ഐലൻഡിലാണ് നമ്മുടെ എയർപോർട്ട് ഉള്ളത്. അവിടെ പോയി നേരെ ലാൻഡ് ചെയ്യുന്നു, ലക്ഷദ്വീപ് എക്സ്പ്ലോർ ചെയ്യുന്നു. ഫ്ലൈറ്റ് കയറിയിട്ടുണ്ട്. 1/2 മണിക്കൂർ, 3/4 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് ഫ്ലൈറ്റ് വന്നേക്കണം. ഇപ്പോൾ സമയം 10:30, 9:45 പോകേണ്ട ഫ്ലൈറ്റാണ്. എന്തായാലും വന്നിട്ടുണ്ട്. ഇത് മൈസൂരിൽ നിന്നാണ് കേട്ടോ, പിന്നെ മൈസൂരിൽ നിന്ന് പറഞ്ഞ വണ്ടിയാണ്. ഇപ്പോൾ പോകും. കൊച്ചിന്ന് പറഞ്ഞിട്ട് ലക്ഷദ്വീപിൻ്റെ ആകാശത്തിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ കാണുന്നത് ആന്ത്രോത്ത് ദ്വീപാണ്. ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് ആന്ത്രോത്താണ്. ആന്ത്രോത്ത് ദ്വീപിൻ്റെ കാഴ്ചയാണ് ആദ്യം തന്നെ കാണുന്നത്. പക്ഷെ ഇന്നൊരു പ്രശ്നമുള്ളത്, കംപ്ലീറ്റ് മൂടി കെട്ടി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ്. അതുകൊണ്ട് നമുക്ക് വലിയൊരു വ്യൂ കിട്ടണില്ല. താഴത്ത് നോക്കി പച്ച കളറ് കടലൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, നമ്മൾ ഏകദേശം ലാൻഡ് ചെയ്യാറായിട്ടുണ്ട്. അകത്തിയിലെത്തിക്കൊണ്ടിരിക്കണം. ദൂരെ നമുക്ക് അഗതി ഐലൻഡ് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഒരു പ്രശ്നമുള്ളത്, ഈ ഗ്ലാസ് മൊത്തം സ്ക്രാച്ച് ആയതുകൊണ്ട് ഭയങ്കര പാടാണ് കാണാനായിട്ട്. ഒരു ബോട്ട് പോകണമെങ്കിൽ യെസ്. അപ്പോൾ നമ്മൾ അഗതി ഐലൻഡിൽ ലാൻഡ് ചെയ്യാനാട്ടോ. സ്ഥലമെത്തി. Agati Airport. The temperature outside is 30 degrees Celsius. You are requested to remain seated and refrain from opening overhead lockers until the aircraft comes to a complete halt and the fasten seatbelt signs have been switched off. On behalf of Alliance Air, we thank you for flying with us today and look forward to being with you again. അങ്ങനെ നമ്മൾ അഗതി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തേക്കാണ്. അപ്പോൾ ഇതാണ്ട് നമ്മൾ വന്ന വണ്ടി, എയർ ഇന്ത്യയുടെ എയർ അലയൻസ് വണ്ടിയാണ്. അതുകൊണ്ടാ പറയുക പച്ചക്കടൽ കാണാൻ പറ്റുന്നുണ്ടോ. ഈ ലെഫ്റ്റ് സൈഡിൽ ഇരുന്നാൽ മതി കേട്ടോ. ലെഫ്റ്റ് സൈഡിൽ സീറ്റിനാണ് കുറച്ച് ലാൻഡ് ചെയ്യുമ്പോൾ നല്ല വ്യൂ ഇടണമെന്ന് എനിക്ക് തോന്നാം. ഇതാണ് നമ്മൾ വന്ന വണ്ടി. കണ്ടത് നമ്മൾ വന്ന ഫ്ലൈറ്റാണ് കാണുന്നത്. സാധാരണ ഫ്ലൈറ്റിനേക്കാളും വ്യത്യാസമുണ്ട്, കാരണം വിൻഡോൻ്റെ മുകളിലാണ് ഇതിൻ്റെ മറ്റേ എഞ്ചിൻ വരുന്നത്. അഗതി എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ ഒരു ടോക്കൺ കിട്ടുന്ന സംഭവമുണ്ട്, ഒരു മഞ്ഞ കളർ ടോക്കൺ കിട്ടേ. അതെനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ആദ്യം പോയി അവിടെ ക്യൂ നിന്ന്. ആ ക്യൂവിൽ നിൽക്കാൻ എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ പെർമിറ്റ്, നമ്മുടെ RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് അതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ക്യൂ അടുത്തെത്തി നമ്മൾ അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ടോക്കൺ ഉണ്ടെന്നാലും. പിന്നെ പോയി ടോക്കൺ മേടിച്ചിട്ട് വന്നപ്പോഴേക്കും ലാസ്റ്റ് നമ്പറാണ് കിട്ടിയത്. അപ്പോൾ കുറേ നേരം അവിടെ നിന്ന് പോസ്റ്റായി. അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് അവിടെ നിൽക്കുമ്പോൾ ഈ ടോക്കണിൻ്റെ കാര്യം ഓർക്കണമല്ലേ. ഇത് മനസ്സിലായി ആരത്, ആ മാസ്ക് സാധി കാണിച്ചു കൊടുത്തത് നമ്മുടെ നിഷാദ് ബ്രോ. അവിടെ ഫസ്റ്റ് വീഡിയോയിൽ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, നമ്മുടെ നിഷാദ് ബ്രോ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. നമ്മളിവിടെ സ്റ്റേ എടുത്തിട്ടുണ്ട് കേട്ടോ. സ്റ്റേ പോവാം, എന്നിട്ട് ബാക്കി കഥയൊക്കെ അവിടെ ഇരുന്ന് പറയാം. ഇതാണ് എയർപോർട്ട് ബാക്കിൽ കാണുന്നത്. അപ്പോൾ നമ്മളെ അകത്തിൽ വന്നിട്ട് ഒരു ലോഡ്ജ് ഉണ്ട് ഇവിടെ. പെർ ഡേ 500 രൂപയാണ് റേറ്റ് തന്നെ. കേട്ടോ നമുക്കിനി നൈസായിട്ട് പോയി ഫുഡ് കഴിക്കാം അല്ലേ. ഫുഡ് കഴിച്ചിട്ട് കുറച്ച് വെയിൽ അറിയിട്ട് അതിന് പുറത്തേക്ക് ഇറങ്ങുള്ളൂ, കാരണം ഹെവി വെയിലാണ്. ഇപ്പോൾ ഡിഗ്രി 30 ഡിഗ്രി ഉണ്ടെന്ന്, അത്രയും ചൂടുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വെയിലൊക്കെ അറിയിട്ട് നമുക്ക് അഗതി മൊത്തം ഇന്ന് കണ്ടു തീർക്കും നമ്മൾ. ഇതേ ഈ കാണുന്ന ബിൽഡിങ്ങിലാണ് നമ്മൾ ഇന്ന് താമസിക്കാൻ പോണ. ഇത് ആരുടെ വണ്ടിയാണ്? നമ്മുടെ കൂട്ടുകാരൻ്റെ വണ്ടിയല്ലേ. നമുക്കൊരു വണ്ടി എന്തായാലും സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടിയിൽ കറങ്ങാം ഇന്ന് എന്തായാലും കേട്ടോ. നമ്മളെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകാം കേട്ടോ. ഇവിടെ ഹോട്ടലുണ്ട്. അപ്പോൾ ഉച്ചക്കത്തെ എന്തെങ്കിലും ഫുഡ് കഴിക്കാമല്ലോ. ഇതൊരു മ്യൂസിയം ഉണ്ട്, ഗോൾഡൻ ജൂബിലി മ്യൂസിയം അഗതി. പബ്ലിക് ലൈബ്രറി അഗതി, വനിതാ ശിശു വികസന വകുപ്പ്, ഓക്കെ, ശാസ്ത്ര സാങ്കേതിക വിഭാഗം, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഹോട്ടലിൽ വന്നിട്ട് ചോറുണ്ട്, ബിരിയാണി ഉണ്ട്,
അപ്പോൾ നമ്മൾ ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ചിക്കൻ ബിരിയാണി, നിഷാദ് ബീഫ് ബിരിയാണി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വരും. പിന്നെ ഇതൊക്കെ നമ്മളറിയുന്ന ചേട്ടന്മാരാണ്ട. പേരെന്താ? നിശാന്ത് അല്ലേ? കണ്ണൂർ ആണ് ചേട്ടൻ്റെ വീട്. നമ്മുടെ കവരത്തി ലൈറ്റ് ഹൗസിൻ്റെ ഇൻചാർജാണ്. കഴിച്ചു കഴിച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ ബിരിയാണി കണ്ടിട്ട് ഇപ്പോൾ വരും. ബിരിയാണി വന്നു മോനെ, ബിരിയാണി. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം റൂമിൽ പോയി കിടന്നു. അതിനുശേഷം നമ്മൾ അഗതി ഐലൻഡ് മൊത്തം ഒന്ന് കാണാൻ പറ്റും. ശരി, അഗതി എന്നാണ് അഗത്തി എന്നാണ് എന്താണ്? അഗത്തി. ആ യെസ്, ഞാൻ അഗത്തി എന്നൊക്കെ അഗത്തി എന്നാണ് കേട്ടോ പറയണം, അഗത്തി. അപ്പോൾ അഗത്തി ഐലൻഡ് മൊത്തം ഒന്ന് ചുറ്റിക്കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നിഷാദ് ബ്രോയുടെ നമ്മുടെ സ്കൂട്ടറിൽ, ഈ സ്കൂട്ടറിൻ്റെ ഓണറിന് വരുന്ന ഷിഹാബിൻ്റെ സ്കൂട്ടർ മേടിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയേക്കണേ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ദ്വീപിൻ്റെ ഏറ്റവും അറ്റത്താണ് എത്തിയേക്കണം. ഇത് കവരത്തിനേക്കാളും നീളമുള്ളൊരു ദ്വീപാണ് ഈ അഗത്തി എന്ന് പറയുന്നത്. അഗത്തിയുടെ പ്രത്യേകത അതാണ്, നീളമാണ്, വീതി കുറവാണ്, പക്ഷേ നീളം ഒരുപാടുണ്ട്. ഏകദേശം 8 കിലോമീറ്ററോളം നീളമുള്ളൊരു ദ്വീപാണ്. ഇവിടെ ഒരു ഷിപ്പ് ഇങ്ങനെ വന്ന് അടിഞ്ഞ് കിടപ്പുണ്ട്. ഇത് നോക്കി, ഏതോ തിമ്മിങ്കിലും വന്ന് കിടക്കണ പോലെ തുരുമ്പ് എടുത്തിട്ട് എൻ്റെ അടിയൊക്കെ. ഇത് നോക്കി, അതിൻ്റെ പങ്കുള്ള ഭാഗമൊക്കെ തിരയൊക്കെ അടിച്ച് കയറിയാനുണ്ട്. ഇത് മീൻ പിടിക്കണ ബോട്ടാണ് കേട്ടോ, പക്ഷെ തുരുമ്പെടുത്ത് തോളയൊക്കെ ഇട്ടിരിപ്പുണ്ട്. ഓ, ഇവിടെ പച്ച കളറൊക്കെ. ഇത് എത്ര കണ്ടാലും മതി വരാത്ത സംഭവമാണ് ഈ കളർ എന്ന് പറഞ്ഞാൽ. ഇതൊക്കെ നല്ല ക്ലിയർ വാട്ടർ. ഈ ഭാഗത്ത് പച്ച, ഇത് ഒരു ലൈറ്റ് പച്ചയുണ്ട് ഇവിടെ, അതിന് കുറച്ചും കൂടി ഡാർക്ക് പച്ച. അതിൻ്റെ അപ്പുറത്ത് ബ്ലൂ തുടങ്ങുന്നു, അതിൻ്റെ അപ്പുറത്ത് ഡാർക്ക് ബ്ലൂ, അങ്ങനെ വരുന്നു. പല പല കളറുകൾ. കടലിൻ്റെ തിര അവിടെ വരെ വരുന്നുള്ളൂ. പിന്നെ എയർപോർട്ട് ഈ സൈഡിലൊക്കെ ഉണ്ടല്ലോ, ആ സൈഡ്, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് എയർപോർട്ട് തന്നെ കേട്ടോ. പിന്നെ ഇവിടെ ഇങ്ങനെ കുറേ പൊത്തുകൾ പോലെ ഇങ്ങനെ വന്നാൽ അതൊക്കെ ഞണ്ടിൻ്റെ വീടാണ് കണ്ടാ. ഞണ്ടിൻ്റെ വീട് കാണിച്ചു തരാം. ഇത് ഇതിൻ്റെ ഉള്ള കാശാന്മാരുണ്ട്, അതേ കണ്ട ഞണ്ടിൻ്റെ വീടുകളാണ് ഈ കാണുന്നത്. കുറേ ഉണ്ട്, കാലി പിടിച്ച് കടിക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഞണ്ട് ചേട്ടാ, ഇതുപോലെ ഞണ്ടുകൾ, പച്ച കളർ കടല്. അതെ, ഇനി എല്ലാ വീഡിയോയിലും പച്ച കളർ കടൽ എന്നുള്ള വേട് സ്ഥിരമായിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ ലഡാക്കിൽ പോയ സമയത്ത് ഇത് തന്നെയാണല്ലോ സ്ഥിരം. ആ മല കണ്ടോ, ഈ മല കണ്ടോ, അങ്ങനെ ഇങ്ങനെ, അതായത് സെയിം വീട് തന്നെ എപ്പോഴും ഇങ്ങനെ എക്സൈറ്റ്മെൻറ്റ് വരുമ്പോൾ ഇങ്ങനെ ഉപയോഗിക്കുന്ന ഒരു ശീലം നമുക്കുണ്ട്. എന്താണെന്ന് പറഞ്ഞിടാ. പിന്നെ നമ്മൾ ഇന്ന് ഫ്ലൈറ്റിനാണല്ലോ വന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു റൂൾ അനുസരിച്ച് RT-PCRൻ്റെ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണം, അതുപോലെ പെർമിറ്റ് കാണിക്കണം. പിന്നെന്താണ്, വാക്സിൻ എടുത്ത 2 വാക്സിൻ എടുത്ത സർട്ടിഫിക്കറ്റ്. ഈ 3 സാധനം എയർപോർട്ടിൽ കാണിച്ച ശേഷമാണ് നമ്മൾ ഫ്ലൈറ്റ് കയറ്റി വിട്ടത്. അതിനുശേഷം നമ്മൾ ഇവിടെ ഇറങ്ങിയപ്പോഴും ഈ RT-PCRൻ്റെ നെഗറ്റീവ് ഇവിടെയും കാണിക്കണം, പെർമിറ്റ് കാണിക്കണം, വാക്സിൻ്റെ സർട്ടിഫിക്കറ്റ് കാണിക്കണം. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാ സ്ഥലത്തും പോകുമ്പോഴും വാക്സിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ നിർബന്ധമാണ്. പക്ഷേ ഇപ്പോൾ പല സ്ഥലത്തും RT-PCR നെഗറ്റീവും കൂടി കാണിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. വാക്സിൻ മാത്രം പോരാ. ഞാൻ ആലോചിക്കുന്നത് പിന്നെ എന്തിനാണ് വാക്സിൻ എടുത്താവും, എന്താ പിന്നെ RT-PCR മാത്രം പോരാ അല്ലേ. ഞാൻ 2 തവണയാണ് ഈ ഒരു ട്രിപ്പിൽ വരാൻ വേണ്ടിയിട്ട് 2 തവണ നോക്കിയിട്ട് കുത്തിയിട്ടാണ് ഈ സാധനം എടുത്തത്. ആദ്യത്തെ തവണ എടുത്ത സമയത്ത് എനിക്ക് ഫ്ലൈറ്റ് കിട്ടിയില്ല. പക്ഷേ RT-PCR പോയി എടുക്കുകയും ചെയ്തു. ഫ്ലൈറ്റ് ഫുള്ളായിപ്പോയി. പിന്നെ വേറെ ഡേറ്റ് 3-4 ദിവസം കഴിഞ്ഞിട്ട് കിട്ടിയ. അപ്പോൾ ഈ 48 മണിക്കൂർ എന്നുള്ള കണക്കുണ്ടല്ലോ RT-PCR റിപ്പോർട്ട്. അതുകൊണ്ട് ഞാൻ പിന്നെയും പോയിട്ട് 2ാമത് RT-PCR എടുത്ത് എന്നിട്ടാണ് ഇങ്ങോട്ട് വന്നേട്ടോ. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ബോട്ടിൻ്റെ ഈ സൈഡ് കംപ്ലീറ്റ് പോയിരിക്കേണ്ടത്. ഇത് കണ്ടോ, മൊത്തം പൊളിഞ്ഞ് തകർന്ന് സീനായിട്ട് കിടക്കാണ്. അതിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. തിരയൊക്കെ അടിച്ച് കയറിയിട്ടുണ്ടോ. ഇത് എൻജിൻ സൈഡാണോ കിടക്കണം? ഓഹോ, ഇതൊക്കെ എൻജിനാന്ന് തോന്നുന്നത്. അയ്യോ അയ്യോ, ഓക്കെ, എൻ്റെ അമ്മ. ഓ, ഇതെന്താ സ്പോഞ്ചോ? കപ്പൽ എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്ന സ്പോഞ്ച് വെച്ചിട്ടോ? ഫൈബറാണോ? ഫൈബറാണ് ഈ കാണണം. ഇതാണ് ഒരു കപ്പലിൻ്റെ ഉൾവശം. നമ്മുടെ ഈ അഗത്തി ഐലൻഡ് എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് 2 മീറ്റർ ഉയരത്തിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അത് നമ്മൾ എറണാകുളമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടല്ല, എറണാകുളം 0 ആണ്. അതായത് സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ലെവലാണ് നമ്മുടെ കൊച്ചി നിൽക്കുന്നത്. അതിലും താഴ്ത്താണ് നമ്മുടെ കുട്ടനാട്. അപ്പോൾ നമ്മൾ അഗത്തി ഐലൻഡിലെ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലക്ഷദ്വീപിൽ വന്നാൽ ഇഷ്ടംപോലെ ഇതുപോലെ തെങ്ങുകൾ കാണാം. എല്ലാ ദ്വീപിലും ഇതുപോലെ തെങ്ങും തോപ്പുകളാണ്.
നോർത്താണോ ഈസ്റ്റ് ആണോ എന്ന് അറിഞ്ഞൂടാ. നമ്മളൊരു ജെട്ടിയിലോട്ട് എത്തിയിട്ടുണ്ട്. ഇത് നമ്മളെ കപ്പലൊക്കെ വരുന്ന ഇവിടെ എന്നോണം അല്ലേ? ആ, നമ്മുടെ ഷിപ്പൊക്കെ വരുന്ന ജെട്ടിയാണ്ടത്. ഇവിടെ ഇതാണ്ട് ഉരു. ഇത് കോഴിക്കോട് പോണായിരിക്കും മിക്കവാറും അല്ലേ? കോഴിക്കോട്ടേക്ക് പോകുന്ന ഉരു ആയിരിക്കണം. ഉരു ആണ്ടത്. നമ്മുടെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ ഒരു പാലം പോലെ കണ്ട, അത് നമ്മുടെ കടൽ വെള്ളം ശുദ്ധീകരിക്കുന്ന ഒരു പ്ലാന്റ് ആണ്ട. കഴിഞ്ഞ തവണ നമ്മൾ ലക്ഷദ്വീപ് വന്ന സമയത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഉള്ളവർക്ക് എങ്ങനെയാണ് വെള്ളത്തിൻ്റെ സൗകര്യങ്ങൾ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ കാണുന്ന സംഭവമാണ്, അതൊരു പ്ലാന്റ് ആണ്. വെള്ളം, അതായത് കടൽ വെള്ളം ശുദ്ധീകരിച്ചിട്ടാണ് ഇവർ ഉപയോഗിക്കുന്നത്. പൈപ്പിൽ കൂടി വരുമല്ലേ പിന്നെ? പൈപ്പിൽ കൂടി പിന്നെ സപ്ലൈ ചെയ്യും. ഇവിടെ എല്ലാം ഇങ്ങനത്തെ കോൺക്രീറ്റ് റോഡുകളാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോഴും കണ്ടാണ്. എല്ലാ ദ്വീപിലും ഇത് ഏകദേശം ഒരേപോലെയൊക്കെ തന്നെയാണ്. കുറേ തെങ്ങിൻ തോപ്പ്, പിന്നെ ഇതുപോലെ കോൺക്രീറ്റ് റോഡുകൾ. ചെറിയൊരു ഗ്രാമം, നല്ല രസമാണ്. ഇത് ചേമ്പ് കൃഷിയാണോ? ഇത് മതി കഴിക്കണ ചേമ്പല്ലേ അല്ലേ? വെറുതെ ഉണ്ടായിക്കോണോ? ഒരു ബേക്കറി കയറിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം കുടിച്ചാണ്. നല്ല വെയിൽ കയറുന്ന പരിവേശം. അപ്പോൾ നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്നത് അഗത്തിയിലെ പോലീസ് സ്റ്റേഷനിലാണ്. അതാ നേരെ കാണുന്നത്. അത് ഈ ഫയർ സ്റ്റേഷനൊക്കെ ഒന്നിച്ച് തന്നെയാണല്ലേ. പോലീസ് സ്റ്റേഷനിൽ പോയത് എന്തിനാണെന്നറിയാമോ? ഞാൻ പുറകെ കാണുന്നതാണ് പോലീസ് സ്റ്റേഷൻ. നമ്മൾ ഇവിടെ വരുമ്പോണ്ടല്ലോ പെർമിറ്റ് എടുത്ത് തന്നെയാണല്ലോ. അപ്പോൾ പെർമിറ്റ് എടുത്ത് വരുമ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് റിപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ അടുത്ത ഐലൻഡിൽ പോകുമ്പോഴും അവിടെ റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് എഴുതി വെക്കണം. നമ്മൾ എന്നാണ് വന്നത്, എവിടെയൊക്കെ പോകുന്നുണ്ട്, അതിൻ്റെ കംപ്ലീറ്റ് റെക്കോർഡ് ഇവിടെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ വന്നത്. നമ്മുടെ ID കാർഡ്, ആധാറിൻ്റെ ഒരു കോപ്പി, പിന്നെ പെർമിറ്റ് അതവിടെ കൊടുക്കും. ആ പെർമിറ്റിൻ്റെ പുറകിൽ അവർ സീൽ ചെയ്തിട്ട് എഴുതി തരും. ആധാറിൻ്റെ കോപ്പി അവർ വാങ്ങിച്ചു വെക്കും. അപ്പോൾ അതാണ് സംഭവം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഒരു ദ്വീപിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നീളത്തിൽ കിടക്കുന്ന ദ്വീപാണ്. നമ്മൾ കഴിഞ്ഞാണ് വന്നപ്പോഴും കടമത്ത ദ്വീപ് ഇതുപോലെ തന്നെയല്ലേ? സെയിം അല്ലേ? നീളമല്ലേ? നീളമാണ് കൂടുതൽ, വീതി കുറവാണ്. അത് നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാം. കാരണം ഇത് ഈ സൈഡ് ഇവിടെ കണ്ട, ഇത് കടൽ, ഇങ്ങോട്ട് നോക്കുമ്പോൾ അവിടെയും കടൽ കാണാം. കണ്ട നീളത്തിലാണ് ഇത് വന്നത്. ഇതേ ഇവിടെ പിള്ളേർ ക്രിക്കറ്റ് കളിക്കണം. ജെല്ലി എന്ന് വെച്ചാൽ കല്ലാണോ? ഓ, കല്ലിലാണ് നിങ്ങൾ ജെല്ലി എന്ന് പറയണ? വീട് പണിയായിട്ടേക്കണ? ആ, ഓക്കെ ഓക്കെ. ഓ, ഈ ജെല്ലി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായില്ല. സംഭവം മറ്റേ മെറ്റല് നമ്മുടെ കട്ടാക്കളെ. നമ്മുടെ മെറ്റലിനെ ജെല്ലി എന്നാണ് പറയണ? ജെല്ലി അല്ലേ? ഓ, അത് ഞാൻ ജെല്ലി ഫിഷ് അല്ലേ വേണം. നീളത്തിൽ കിടക്കണ ഈ ഒരു ദ്വീപിൻ്റെ ഒരറ്റത്താണ് നമ്മുടെ എയർപോർട്ട് ഉള്ളത്. ഈ എയർപോർട്ടിന് വേറൊരു പ്രത്യേകത ഉണ്ട്. ഒരു അപകടം പിടിച്ചൊരു എയർപോർട്ട് എന്നുള്ളൊരു ഇതും കൂടിയുണ്ട്. കാരണം 3 സൈഡും കടലാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കാറ്റഗറിയിൽ വരുന്നൊരു എയർപോർട്ടും കൂടിയാണ്. നമ്മൾ ലൂക്കൽ എയർപോർട്ടിൽ പോയില്ലേ, EBC പോയപ്പോൾ, എവറസ്റ്റ് ബേസ് ക്യാമ്പ് പോയ സമയത്ത് ലൂക്കൽ എയർപോർട്ടിൽ പോയപ്പോഴും അതേപോലത്തെ ഒരു, അത് ടേബിൾ ടോപ്പ്, അത് വേറെ സാധനം. ഇത് അതേപോലെ തന്നെ 3 സൈഡിലും കടൽ ആയിട്ടുള്ളൊരു എയർപോർട്ടാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇവിടെയൊക്കെ കുറേ കോട്ടേജസ് ഒക്കെ ഉണ്ട്. ഇതുണ്ട്. ഇതിനൊക്കെ എത്ര രൂപയുടെ റേറ്റ് തന്നെ അറിയില്ല. റേറ്റ് എത്രയെന്ന് അറിയില്ല. കണ്ടോ, ഇവിടെ കുറേ കോട്ടേജസ് ഒക്കെ ഉണ്ട്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കടലാണ്. നല്ല അടിപൊളി വ്യൂ ഒക്കെ കിട്ടുന്നുണ്ട്. അവൾ മണലുള്ള റോട്ടിലോട്ട് കയറിയിട്ടുണ്ട്. റോഡല്ല, ബീച്ചിൻ്റെ സൈഡാണ്. ബീച്ചാണല്ലോ ഇത്. 4 സൈഡും കടലായിട്ടുള്ള സ്ഥലത്ത് പിന്നെ ബീച്ച് ഉണ്ടാവാണ്ടിരിക്കില്ലല്ലോ. അപ്പോൾ നമ്മൾ വേറൊരു കടൽ തീരത്തേക്ക് എത്തിയേക്കാണ്. ഇത് ഇപ്പുറ സൈഡാണ്. നമ്മൾ നേരത്തെ പോയത് ഇതിൻ്റെ അറ്റത്താണ്. ഒരു ബോട്ടൊക്കെ മറിഞ്ഞ് കിടക്കണ കണ്ടില്ലായിരുന്ന, അത് ഇതിൻ്റെ ഏറ്റവും അറ്റത്ത്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഇപ്പോൾ വന്നേക്കുന്നത്. എയർപോർട്ടാണ് ഈ പുറകെ കാണുന്നത്. ഇവിടെ എയർപോർട്ട്, നമ്മൾ വന്ന എയർപോർട്ട്. ഇതൊക്കെ ഇത് കംപ്ലീറ്റ് തെങ്ങിൻ്റെ വേരാണ് വന്നേക്കണം. എനിക്കൊന്ന് വെള്ളം ഒടിച്ച് കയറിയപ്പോൾ തെളിഞ്ഞു വന്നതാണ്. അതൊക്കെ കംപ്ലീറ്റ് ഇത്രയും ആ തെങ്ങൊക്കെയാണ്. ഇനി ആ തെങ്ങിൻ്റെ എന്ന് തോന്നുന്നു. തെങ്ങിൻ്റെ പേരൊക്കെ സഞ്ചരിക്കുന്ന ദൂരം കണ്ട. നമുക്കിനി അടുത്ത സ്ഥലത്തോട്ട് പോകാം. അടുത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കുറച്ച് അടിപൊളി സ്ഥലമുണ്ട്. വെള്ളം ഇങ്ങനെ വറ്റിപ്പോയിട്ടേ, വെള്ളം ഇറങ്ങിപ്പോയിട്ടുണ്ട്. ആ ഒരു ഭാഗം നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. അങ്ങോട്ട് പോകാം. നമ്മൾ ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നപ്പോൾ ഇത് കണ്ട, ഞാൻ നേരത്തെ അല്ല, അവിടെ ഒരു കര പോലെ ഇങ്ങനെ വന്നിട്ടുണ്ടേ. വെള്ളം ഇങ്ങനെ ഇറങ്ങിപ്പോയിട്ടുണ്ട്. കുറേ ആൾക്കാർ അവിടെ നിൽപ്പുണ്ട്. ഇവരിത് എങ്ങനെയാണ് അങ്ങോട്ട് പോയെന്ന് മാത്രം എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ. ഇത് കണ്ടോ, ഇത് മൊത്തം വെള്ളമാണ്. ഇതെങ്ങനെ കണക്ഷൻ ഒന്നുമില്ലല്ലോ. ഇവരെങ്ങനെ അങ്ങോട്ട് പോയത്? കുറേ പെൺപിള്ളേരും ഫാമിലിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കുറേ ചെറിയ പിള്ളേരൊക്കെ ഉണ്ടല്ലോ. ഇത് കണ്ട, പ്രകൃതി ഉണ്ടാക്കി വെച്ച ഡിസൈനാണ് കാണുന്നത്.
നല്ല രസമല്ലേ? അടിപൊളി അല്ലേ? കളം വരച്ചിട്ടേക്കണേ. പുറകെ കാണുന്ന ഭാഗത്ത് വലിയ ആഴമൊന്നുമില്ല കേട്ടോ, അതായത് ഈ ഒരു ഏരിയയിൽ. അപ്പോൾ എനിക്ക് തോന്നി ഇതിൽ കൂടി നടന്നിട്ട് നമുക്ക് ആ ഒരു കര ഭാഗത്തോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. നേരത്തെ കുറച്ച് ആൾക്കാർ ആ കടലിൻ്റെ തീരത്ത് പോയി നിൽക്കണ കണ്ടില്ലായിരുന്ന? അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാനുള്ള പ്ലാനിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നീന്തിയാണ് പോണത്. ഇത് കണ്ടോ എന്ത് തെളിനീരുള്ളൂ അല്ലേ? ഓ, അവിടം വരെ നടക്കാനുണ്ട് വെള്ളത്തിൽ കൂടി. കണ്ടോ വലിയ ആഴമൊന്നുമില്ല കേട്ടോ, ആകെ ഇത്ര ഉള്ളു ആഴം. നമ്മളെ അവിടെ നിന്ന് കണ്ടപ്പോൾ വിചാരിച്ച് തൊട്ടടുത്താണ് കുറച്ച് ഉള്ളതെന്ന് ചോദിച്ചു. ഇത് നടന്നിട്ട് എത്ര തീരമുള്ള ഇത് ഇനിയും കിടക്കണം. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഭാഗം ശരിക്കും കടലിൻ്റെ ഭാഗം തന്നെയാണ്. വേലി ഇറങ്ങിപ്പോയതാണ്. വെള്ളം അങ്ങോട്ട് ഇറങ്ങിപ്പോയപ്പോൾ വന്ന ഭാഗത്ത് കൂടിയാണ് നമ്മൾ നടക്കുന്നത്. ഇത് വേലിയേറ്റം വരുമ്പോൾ ഇവിടെ മൊത്തം കടലാവും. സമയം ഇപ്പോൾ 6 മണി കഴിഞ്ഞിട്ടോ. സൂര്യനൊക്കെ അസ്തമിച്ചു. ഇവിടെ അതൊരു പൊടിക്ക് കാണാം. എല്ലാം താഴ്ന്നു പോയിട്ടുണ്ടാവും. നാളെ വരെ ഉള്ളു. പിന്നെ ആ പുറകെ കാണുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ എയർപോർട്ടാണ്. ദിവസം ഒരു ഫ്ലൈറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് മൈസൂരിൽ നിന്ന് വരും. മൈസൂരിൽ നിന്ന് നേരെ കൊച്ചി വരും. കൊച്ചിയിൽ നിന്ന് അഗതി ദ്വീപ്. അഗത്തിയല്ലേ? അഗത്തി. ഞാനിപ്പോഴും അഗതിന്ന് എൻ്റെ വായിൽ അഗത്തിന്നാണ് കേട്ടോ. അഗത്തി ദ്വീപിലോട്ട് വരുന്നു. ഡെയിലി ഒരു ഫ്ലൈറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. രാവിലെ ഒരു 9:30 ഞാൻ വന്നത് 9:45 ഫ്ലൈറ്റാണ്. ചില നേരത്ത് 10 മണിക്കോ 11 മണിക്കൊക്കെ ഫ്ലൈറ്റ് ഉണ്ടാവും. 11 മണിക്കൊക്കെ ഉണ്ടാവും. ഇവിടെ സീ കുക്കുംബർ കിടപ്പുണ്ട്. ഇത് മൂവിയുണ്ട് ഉണ്ടോ? അത് ചെറുതായിട്ട് മൂവ് ചെയ്ത് പോകുന്നുണ്ട്. ഒച്ച എഴുതണ പോലെ ആയിട്ട് എഴുതണം. ഓക്കെ, പല പല ഡിസൈനുള്ള സാധനങ്ങൾ. ഇതുണ്ടോ? അപ്പോൾ നല്ല ഹെവി തിരമാലയൊക്കെ വരുന്നുണ്ട്. സൂര്യൻ ഏകദേശം അസ്തമിച്ച് കഴിഞ്ഞു. ഈ ഭാഗത്ത് ഒരു ബോട്ടുണ്ട്. അവർ മീൻ പിടിക്കണമെന്ന് തോന്നുന്നുണ്ടോ. നമ്മൾ ഈ നിൽക്കുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇങ്ങനെ കരയായിട്ടാണല്ലോ കിടക്കണം. പക്ഷെ ആക്ച്വലി ഇവിടുത്തെ ആഴം, കടൽ കയറി കഴിഞ്ഞാൽ ആഴം എത്രയെന്ന് അറിയാമോ? എത്രയെന്ന് പറഞ്ഞേ? നമ്മുടെ ഇത്രയും ഹൈറ്റിൽ കടലുണ്ടാവുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കി. കാലെത്തില്ല നമ്മുടെ അത്രയും ഹൈറ്റിൽ വെള്ളം വരുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കണത്. വെള്ളം ഇറങ്ങിപ്പോയതുകൊണ്ട് ഇവിടെ കാണാൻ പറ്റി. നമ്മുടെ അഗതി എയർപോർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ അന്താൻ ബീച്ച് എന്ന് പറഞ്ഞിട്ടൊരു ബീച്ചാണ്. നമ്മളിപ്പോൾ വന്ന സ്ഥലം തന്നെ. അവിടെ അന്താൻ ബീച്ച് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ചായ കുടിക്കാൻ കയറിയേക്കാണ്ട്. അപ്പോൾ ഇവിടെ വന്നിരുന്ന കാഴ്ചയും കണ്ട്, കടലിൻ്റെ കാഴ്ചയും കണ്ടിട്ട് നമുക്ക് ചായ കുടിക്കാം. അപ്പോൾ അതെ, നമ്മളിവിടെ വന്നപ്പോഴാണ് നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്ന കുറച്ച് ചേട്ടന്മാരൊക്കെ ഇവിടെ ഉണ്ട്. ഓരോരുത്തർ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തും. പറഞ്ഞോ. ഇസ്മായിൽ, ഇക്ബാൽ, നാസർ, റൌഫ്. എല്ലാവരും ഇവിടെ തന്നെയാണോ അല്ലെങ്കിൽ വേറെ ദ്വീപാണോ? കവർത്തിയിലാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ എല്ലാവരും കണ്ടേ സന്തോഷം. വീഡിയോ ഒക്കെ വീണ്ടും അപ്പോൾ നമ്മൾ നേരത്തെ വന്ന ആ ഒരു ജെട്ടിയിൽ വന്നേക്കാണ്ട നമ്മുടെ MV കോറൽ എന്ന് പറഞ്ഞിട്ടുള്ള ഷിപ്പ് അവിടെ വന്നിട്ടുണ്ട്. ഇതിന് കൊച്ചിക്കാണ് അവിടെ പോകണം. ഇനി ഇവിടെ നേരെ കൊച്ചിക്ക് പോകുന്ന ഷിപ്പ് MV കോറൽ. ഇതിപ്പോൾ തിരിച്ചിറങ്ങുന്നവരുണ്ട്, അതേപോലെ തന്നെ കൊച്ചിയിലോട്ട് പോകാനുള്ളവരുണ്ട്. അതൊക്കെ നല്ല തിരക്കുണ്ട് കേട്ടോ. MV കോറൽസ് എന്നാണ് ഈ ഷിപ്പിൻ്റെ പേര്. നമ്മൾ ഷിപ്പിൻ്റെ ഏറ്റവും മുൻഭാഗത്താണ് പോകുന്നേക്കുന്നത്. ഷിപ്പ് ഇങ്ങനെ ആടി ഇങ്ങനെ ഒലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അത്യാവശ്യം തിരയൊക്കെ ഉണ്ടെന്നുണ്ട്. താഴത്ത് നോക്കി കണ്ടോ. MV കോറൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷിപ്പാണ് കേട്ടോ. ഇതിനകത്താണ് നമ്മുടെ അനാർക്കലി സിനിമയൊക്കെ ഷൂട്ട് ചെയ്തത്. ഈ ഷിപ്പിൽ കൊളംബോ ഡോക്യാർഡ് എന്ന് പറഞ്ഞിട്ടൊരു ബാഡ്ജിങ് കൊടുത്തേക്കാണ്ട. അപ്പോൾ എനിക്ക് തോന്നുന്നു ശ്രീലങ്കയിലെ കൊളംബോയിൽ ഉണ്ടാക്കിയ ഷിപ്പാണ് ഈ MV കോറൽ എന്ന് പറയുന്നത്. നമ്മൾ സമുദ്രം പാക്കേജിൽ വന്ന സമയത്ത് MV ലഗൂൺ എന്ന് പറഞ്ഞിട്ടുള്ള ഷിപ്പായിരുന്നു കേട്ടോ. ഇത് MV കോറലാണ്. ഇതിന് കൂടാണ്ട് MV കവരത്തി എന്ന് പറഞ്ഞിട്ടൊരു ഷിപ്പും കൂടിയുണ്ട്. ആ ഷിപ്പിൽ എന്തോ കഴിഞ്ഞ ദിവസം തീപിടുത്തോ അങ്ങനെ എന്തോ സംഭവം ഉണ്ടായതുകൊണ്ട് അതിപ്പോൾ നിർത്തി വെച്ചേക്കാണ്. ഇപ്പോൾ 2 ഷിപ്പുകളാണ് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മിനിക്കോയിലിട്ടിന് പോകാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട് നമുക്ക്. അതെങ്ങനെയാണെന്ന് അറിയില്ല, നമുക്ക് എന്തായാലും നോക്കാം. അതുപോലെ തന്നെ നമ്മൾ സമുദ്രം പാക്കേജിൽ വന്ന സമയത്ത് MV ലഗൂണിലാണല്ലോ വന്നത്. ശരിക്കും ഇപ്പോൾ സമുദ്രം പാക്കേജ് നടത്തുന്നത് MV കവരത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഷിപ്പാണ്. ആ ഷിപ്പിൻ്റെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ബങ്ക് ഗ്ലാസുകളില്ല. നമ്മൾ MV ലഗൂണിൽ വന്ന സമയത്ത് ബങ്ക് ഗ്ലാസുകൾ ഒരുപാട് ഉണ്ടായിരുന്നു. അതായത് 15,000 രൂപയൊക്കെ നമുക്ക് ആ പാക്കേജിൽ വരായിരുന്നു. ഷിപ്പ് ചേഞ്ച് ചെയ്തപ്പോൾ അതിനകത്ത് ബങ്ക് ഗ്ലാസുകളില്ല, കൂടുതലും ഡയമണ്ട് ഗ്ലാസുകളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് റേറ്റ് സ്വാഭാവികമായിട്ട് കൂടും കേട്ടോ. അത് ഞാൻ ആ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എത്രയും പെട്ടെന്ന് ലഗൂണിൽ ഉള്ളപ്പോൾ പൊക്കോളാൻ. ഇപ്പോൾ എന്തായാലും കവരത്തി ഷിപ്പാണ്. റേറ്റ് കൂടാൻ കാര്യം അതിനകത്ത് ഡയമണ്ട് ഗ്ലാസുകളാണ് കൂടുതൽ, അതുകൊണ്ടാണ് റേറ്റ് കൂടുതലായിട്ട് കിടക്കണം. അതല്ലാണ്ട് അതിനകത്ത് സെപ്പറേറ്റ് എമൗണ്ട് കൂട്ടിയതൊന്നും അല്ല കേട്ടോ. പിന്നെ അത് കൂടാണ്ട് പഴയ പാക്കേജ് റേറ്റിൽ കുറച്ച് വ്യത്യാസം ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ.
അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് നമ്മുടെ ഗോൾഡ് ട്രാവൽസ് ഉണ്ട്. ഗോൾഡ് ട്രാവൽസിനെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഇപ്പോഴത്തെ റേറ്റും പിന്നെ ഏതൊക്കെ പാക്കേജുകളാണ് ഉള്ളത്, എങ്ങനെയൊക്കെ ലക്ഷദ്വീപ് പോകാം എന്നതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അങ്ങനെ നമ്മുടെ ഷിപ്പ് കോറൽസ് ഇവിടെ നിന്ന് തീരം വിടണ്ട, ഇതേ ജെട്ടിയിൽ നിന്ന് അകന്നകന്നകന്ന് പോയിക്കൊണ്ടിരിക്കണ്. ഓ, ഇത് നല്ല ഫാസ്റ്റായിട്ട് അങ്ങോട്ട് പോകണ്ടല്ലോ. എല്ലാവരും ഡോക്കിൽ വന്ന് ഇപ്പം ഉണ്ട്, ചാറ്റ് കൊടുത്തേക്ക്. ശരിക്കേ നമ്മൾ അന്ന് സമുദ്രം പാക്കേജിൽ വന്നപ്പോൾ ഉള്ള എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് രക്ഷയില്ലാണ്ട് അടിപൊളിയാണ്. ഒരു കപ്പൽ യാത്ര എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ മനസ്സിലാക്കണം, നല്ലൊരു ഫീൽ കിട്ടുള്ളൂ. നമ്മുടെ MV കോറിൽ നമ്മൾ വിട്ട് പിരിയാണ് സുഹൃത്തുക്കളെ. ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു, നേരെ കൊച്ചിക്ക് പോവാണ് കേട്ടോ. സമയം ഇപ്പോൾ 8 മണി കഴിഞ്ഞിട്ടോ. 8 മണിക്കായിരുന്നു നമ്മുടെ ഷിപ്പ് പോയത്. നമ്മൾ ഒരു ഹോട്ടലിൽ നോക്കിയിട്ട് അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലക്ഷദ്വീപിലെ അഗത്തി ദ്വീപിലെ രാത്രി കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. രാത്രിയിലും ഈ ഒരു ഭാഗമൊക്കെ സജീവമാണ് കേട്ടോ. ആൾക്കാരൊക്കെ നിരത്തുകളിലുണ്ട്, കടകളൊക്കെ ഉണ്ട്, ബാർബർ ഷോപ്പുകൾ, പലചരക്ക് കടകൾ. നമ്മുടെയൊക്കെ നാട്ടിലെ പോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ രാത്രിയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്. അപ്പൽ മുളകിട്ടത്, ബീഫ് കറി, അരിപ്പത്തിരിയൊക്കെ ഉണ്ട്. നമുക്ക് അരിപ്പത്തിരിയും ബീഫ് കറിയും കൂടി ഫുഡ് കഴിക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കറക്കമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ റൂമിലോട്ട് വന്നു. ഇനി നാളത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ബംഗാരം ഐലൻഡ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ടൊക്കെ പോകാനുള്ള പ്ലാനിലാണ്. നമ്മളൊരു ബോട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അങ്ങോട്ടേക്ക് പോകാനായിട്ട് സാധാരണ ഫെറിയൊന്നും ഇല്ലയെന്നാണ് അറിയണത്. ഫെറി ഉണ്ടെന്നും അറിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല, ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ നമ്മളൊരു ബോട്ട് അറേഞ്ച് ചെയ്തിട്ട് ബംഗാരം ഐലൻഡ്, അതുപോലെ തിന്നക്കര ഐലൻഡ് ആ ഭാഗത്തോട്ട് പോകും. അവിടെ സ്റ്റേ അടിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ കാണാം കേട്ടോ. ബൈ.